ജിജീഷ്, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ആ സ്കൂളിലെ അധികൃതർ ഭയന്ന് വിറച്ചിരിക്കുന്ന ഒരു സാഹചര്യം, സ്കൂളിന് പുറത്തുള്ളവർ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ്. സ്കൂളിന് നേർക്ക് ആക്രമണമുണ്ടാകുമെന്ന ഭീതി അവരിൽ ഉടലെടുത്തിരിക്കുകയാണ്. ഒരു സഭ നടത്തുന്ന സ്കൂളാണ് അത്. അവിടെ ഒരു പ്രൊട്ടക്ഷനും നൽകുന്നില്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പോലും സ്കൂളിനെ എതിർത്ത് സംസാരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതെങ്ങോട്ടാണ് പോകുന്നത്? നീലിമ, വളരെ ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക്, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പോലും ഇത്തരത്തിൽ മതം നിറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി തന്നെ നടക്കുന്നു. അവിടെ അനുശാസിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളെ ഏക രൂപത്തിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വേർതിരിവുകളെല്ലാം തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ യൂണിഫോം സംവിധാനം അടക്കം കൊണ്ടുവരുന്നത്. എന്നാൽ അതുപോലും നടപ്പിലാക്കാൻ അനുവദിക്കാതെ മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വിധത്തിൽ മത ചിന്തകൾക്കും ആശയങ്ങൾക്കും പ്രചാരം കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിനുവേണ്ടിയുള്ള സംഘടിതമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അവിടെയാണ് മന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിനെ പിന്തുണച്ചുകൊണ്ട്, വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും അവിടെ മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മാനേജ്മെന്റ് കുറച്ചുകൂടെ പക്വതയോടെ സംസാരിക്കണം എന്നെല്ലാമുള്ള രീതിയിലേക്കാണ് മന്ത്രിയുടെ പ്രസ്താവന പോകുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമാക്കിയുള്ള ഇത്തരം പ്രസ്താവനകൾ നടക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായി തന്നെ വരികയും ചെയ്യുന്നത്. കാരണം ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ വ്യക്തമാകും, വളരെ ആസൂത്രിതമായി തന്നെയായിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. 7, 8 തീയതികളിൽ ഹിജാബ് തിരിച്ചു വരുന്നു. ഈ 2 ദിവസവും, കാരണം ഇത് അനുസരിക്കാൻ കഴിയില്ല എങ്കിൽ TC വാങ്ങി പോകാമെന്ന കാര്യം സ്കൂൾ അധികൃതർ രക്ഷാകർത്താക്കളെ, മാതാപിതാക്കളെ അറിയിച്ചിരുന്നു. ഇവിടെ പഠിക്കുകയാണെങ്കിൽ, ഈ സ്കൂളിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ ഇവിടുത്തെ നിയമങ്ങളെല്ലാം തന്നെ പാലിക്കേണ്ടി വരും. അത് പാലിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു കുട്ടിക്ക് വേണ്ടി ഇളവുകൾ നൽകിയാൽ സ്വാഭാവികമായും അത് പൂർണ്ണമായും സ്കൂളിന്റെ അച്ചടക്കത്തെ ബാധിക്കും. മറ്റു കുട്ടികളും അത്തരം അവരുടെ മതപരമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മതപരമായ വസ്ത്രധാരണ രീതികളെല്ലാം തന്നെ അവലംബിക്കാൻ വേണ്ടി ചോദിക്കും. അത് വലിയ ഒരു പ്രശ്നത്തിലേക്കും തർക്കങ്ങളിലേക്കും സ്കൂളിന്റെ അച്ചടക്കത്തെയും അവരങ്ങനെ ഭയപ്പെടുന്നതിന് പിന്നിൽ ചില മുൻകാല ഉദാഹരണങ്ങൾ അവരുടെ മുന്നിലുണ്ട്. മൂവാറ്റുപുഴ കോളേജിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ നിസ്കാരമുറി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്ത മുൻ അനുഭവം ഉണ്ട് ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് ഈ സെന്റ് റീത്ത സ്കൂളിലെ അധ്യാപകർ ഈ രീതിയിൽ ഭയപ്പെടുന്നതിൻ്റെ ഒരു കാരണവും. തീർച്ചയായും നീലിമ, അവരുടെ മുൻ അനുഭവങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നിസ്കാരമുറി അനുവദിക്കാത്തതിൻ്റെ പേരിൽ സംഘടിതമായ സ്കൂൾ അധികൃതർക്ക് നേരെ നടന്ന അക്രമം അല്ലെങ്കിൽ സംഘടിത നീക്കങ്ങൾ എല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് സംഘടിത മത ചിന്തകൾ വെച്ചുപുലർത്തുകയും അത്തരം ആചാരങ്ങൾ സ്കൂളുകളിലടക്കം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. ആ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പിടിയിലേക്ക് തന്നെ പോകുന്നു. അവരെ ഭയപ്പെട്ട് വേണം സ്കൂൾ അധികൃതർ, സ്കൂൾ മാനേജ്മെന്റ് എല്ലാം തന്നെ മുന്നോട്ട് പോകേണ്ടത് എന്ന രീതിയിലേക്ക് പോകുന്നു. ഇവിടെ തന്നെ ആണെങ്കിലും സ്കൂൾ സിസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം, ഈ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, പ്രിൻസിപ്പലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അവർ ഭയന്നുകൊണ്ട് തന്നെയാണ് കഴിയുന്നത്. കാരണം അവർക്ക് നേരെ അത്രയധികം ഭീഷണികൾ പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ കുട്ടിയെ ഹിജാബ് ധരിച്ചു തന്നെ ഇവിടെ പഠിക്കാൻ അനുവദിക്കണം, അത് അനുവദിച്ചില്ല എങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്ന രീതിയിലുള്ള സംസാരങ്ങൾ കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ജിജീഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ജിജീഷ്, ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ, വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്കൂളിന് സുരക്ഷ നൽകണം, നാളെ തന്നെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണം എന്നതാണ്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാട് നോക്കൂ. സ്കൂൾ എന്തോ മോശം കാര്യം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സ്കൂളിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്താണ്? നാളെ സ്കൂൾ തുറക്കുമോ? നിലവിൽ പോലീസിന്റെ സംരക്ഷണയിൽ നാളെ സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ തന്നെയാണ് മാനേജ്മെന്റ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. ഇത് നീട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ അധ്യയനം ദിവസങ്ങളോളം മുടങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസങ്ങളിലായി ആർട്സ് ഡേ നടന്ന സ്കൂളാണ്. അതിനുശേഷം വീണ്ടും അധ്യയനം സാധാരണ നിലയിലേക്ക് പോകേണ്ടതായിരുന്നു. അവിടെയാണ് ഈ ഹിജാബ് വിഷയം ഉയർത്തിക്കൊണ്ടുള്ള ഭീഷണികളും അതേ തുടർന്ന് ക്ലാസ് നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിലും എല്ലാം പോയത്. അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ അധികൃതർ അതിവേഗം
വേഗത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചതും കോടതി തന്നെ അവർക്ക് വേണ്ട സുരക്ഷ നൽകുകയും ഒപ്പം തന്നെ സ്കൂളിന്റെ നിയമാവലി പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ്. അതെല്ലാം തന്നെ ഉറപ്പ് നൽകിയാണ് സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ സ്കൂൾ തുറന്ന് തന്നെ പ്രവർത്തിക്കും. ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങളില്ലാതെ തന്നെ തുറന്ന് പ്രവർത്തിക്കും. സ്വാഭാവികമായും വീണ്ടും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങൾ താല്പര്യപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സംഘർഷങ്ങൾക്കുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു സുരക്ഷ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ സെൻട്രൽ റീത്ത സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിക്കില്ല. അവിടെ ഹിജാബ് ധരിച്ചു വരാൻ കഴിയില്ല, അത് അച്ചടക്ക ലംഘനമാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് നിൽക്കുക. ഒരു തരത്തിലും അക്കാര്യത്തിൽ ഒരു ഇളവ് ഒരു കുട്ടിക്ക് വേണ്ടി മാത്രമായി നൽകാൻ കഴിയില്ല എന്ന കാര്യം സ്കൂൾ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സ്വീകരിക്കുക, കുട്ടിയുടെ രക്ഷാകർത്താക്കൾ സ്വീകരിക്കുക എന്നത് പ്രധാനം തന്നെയാണ്. അവർ വീണ്ടും പ്രശ്നങ്ങളിലേക്ക്, തർക്കങ്ങളിലേക്ക്, വിവാദങ്ങളിലേക്ക് നീങ്ങുമോ എന്നാണ് മനസ്സിലാക്കാനുള്ളത്. നേരത്തെയും ഒറ്റപ്പെട്ട ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടായിരുന്നു. സ്കൂളിന്റെ അച്ചടക്കത്തെ ബാധിക്കുന്ന വിധത്തിൽ തങ്ങളുടെ മതപരമായ ചിഹ്നങ്ങൾ, വസ്ത്രങ്ങളെല്ലാം തന്നെ ധരിച്ചുകൊണ്ട് വരാൻ അനുവദിക്കണം. അത് അനുവദിക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന രീതിയിലുള്ള ഭീഷണികൾ പല സംഘടനകളും നേരത്തെ തന്നെ ഉയർത്തിയതാണ്. ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് വിവിധ ക്ലാസ്സുകളിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഹിജാബ് ധരിക്കുന്നതിലടക്കം ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. അതുതന്നെയാണ് ഈ സെന്റ് റീത്ത സ്കൂളിലും കൃത്യമായി തന്നെ സംഭവിച്ചിരിക്കുന്നത്.